66/2026 ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂട്ടുകാർ പോയിട്ട് കാണുക കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്. പിന്നെ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. അതേപോലെ വേറെ വിശേഷണങ്ങള്, ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് കേട്ടോ. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഏതാണ് ഗോത്രവർഗം? സാന്താൾ ഗോത്രവർഗ വിഭാഗത്തിലാണ് ദ്രൗപദി മുർമു. ഒഡീഷയിലാണ് അവർ ജനിക്കുന്നത്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ഇവര് ജനിക്കുന്നത് കേട്ടോ. സാന്താൾ ഗോത്ര വിഭാഗമാണ്. പിന്നെ ഇവരെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു 15ാമത്തെ രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞു അല്ലെ. 2022 ജൂലൈ മാസം 5-ാം തീയതി 25-നാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പരമോന്നത ഭരണഘടനാ പദവിയിൽ എത്തുന്നത്, അതായത് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് എത്തുന്നത്. എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാ? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എങ്കിൽ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാ? പ്രതിഭ പാട്ടീലാണ്. ആരാണ്? പ്രതിഭ പാട്ടീലാണ്. അപ്പൊ പ്രതിഭ പാട്ടീലിന് ശേഷം രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. പിന്നെ ഇതിനു മുമ്പ് ഇവര് ഒഡീഷയിലുണ്ടല്ലോ, ഒഡീഷയില് ജലസേചന അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലൊക്കെ ജൂനിയർ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒഡീഷയില് 2 തവണ ഇവര് MLA ആയിട്ടുണ്ട് കേട്ടോ. ഒഡീഷയില് 2 തവണ MLA ആയിട്ടുണ്ട്. അതായത് 2000-ലും 2004-ലും ഒഡീഷയില് MLA ആയിട്ടുണ്ട്. പിന്നെ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡിന്റെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് കേട്ടോ. ജാർഖണ്ഡ് ഗവർണർ പദവി, ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ജാർഖണ്ഡ് ഗവർണർ പദവി ഇവർ വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 21 കഴിഞ്ഞ് 22 ജൂലൈ 25-ന് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് അധികാരം ഏൽക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂട്ടുകാർ അത് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.